ഫ്രണ്ട്സ് ഇട്ടപ്പാ നമ്മളെ ഹീറോമാർ ഏറോമാർ എൻട്രി ഏറോ വന്ന് മറ്റേ 7 ഹീറോമാർ പോകാൻ തുടങ്ങി. ഹീറോയുടെ ഫ്രണ്ട് നോക്കായിരുന്നു, ഹീറോയെ നോക്കിയായിരുന്നു. ശരി, കാണാൻ സമയത്തുണ്ട്. അങ്ങനായിട്ട് അവർ പോയി ഓഫീസിൽ പോയിട്ട് പ്രിൻസിപ്പൽ മേടിച്ചത്. പ്രിൻസിപ്പൽ പറയുന്നു, ഓ ബോയ്സ് നിങ്ങൾ വന്നിട്ടുണ്ടോ? അതെ സാർ, നിങ്ങൾ എന്താ പറഞ്ഞാൽ? ഇല്ല, ഞങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട്. ഞങ്ങൾ 7 പേര് ആക്ടറാണ്. അതുമാത്രമല്ല ഇവിടെ ഷൂട്ടിങ് ചെയ്യാനുണ്ട്. ഞങ്ങളെ സോങ്സ് വേണ്ടി ഞങ്ങൾ ആക്ടറൊക്കെ ഡയറക്ടറാക്കും എന്ന് പറയുന്നു. സോങ്സ് ചെയ്യാനുള്ളതാ. അതെ, ഒരു സോങ് നിങ്ങൾക്ക് ഈ കോളേജ് ഇഷ്ടപ്പെട്ടായിരുന്നോ എന്നെ പറയായിരുന്നു. അപ്പോൾ 7 പേർ പറഞ്ഞിട്ട് ശരി ഓക്കെ സാർ, അത് എപ്പോൾ ചെയ്യുന്നത്? കുറച്ച് ഷൂട്ടിങ് ചെയ്യാനുണ്ട്. ശരി ഓക്കെ, ഞങ്ങൾ നാളെ ഒന്ന് സ്റ്റാർട്ടാക്കാം എന്ന് പറഞ്ഞു. ശരി ഓക്കെ സാർ, അഡ്വാൻസ് ഞാൻ അഡ്വാൻസ് കൊടുത്താണ് പ്രിൻസിപ്പൾക്ക്. ഓക്കെ സാർ എന്ന് പറയായിരുന്നു. അവർ 7 പേർ ഇറങ്ങിയിട്ട് പോകാൻ തുടങ്ങി. അതിനായിട്ട് ഷുഗ പറയായിരുന്നു, ശരി ഓക്കെ പോവാൻ പറഞ്ഞ് അവർ ക്യാൻറ്റീനിലേക്ക് വന്നായിരുന്നു. ക്യാൻറ്റീനിക്ക് വന്നവർ സംസാരിക്കുമായിരുന്നു. ഇവിടെ നിറയെ ഫുഡുണ്ട്. അവിടെ ക്യാൻറ്റീനിൽ പ്രിൻസിപ്പൾ ഓൾറെഡി അവർ വരുന്ന കാര്യം അവർ ഫുള്ള് വെറൈറ്റി ഫുഡ് ചെയ്തായിരുന്നു. അവർക്ക് എങ്ങനെ വേണം, അവർക്ക് വേണ്ടി ഒരു ഫുഡ് ചെയ്തായിരുന്നു ക്യാൻറ്റീനിൽ. അവർ ഫുഡ് കഴിച്ച് പറയായിരുന്നു, നന്നായിട്ടുണ്ട്, അതിൽ എടുത്ത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയായിരുന്നു. അവർക്ക് ഓരോന്ന് ഫുഡ് ഇഷ്ടപ്പെട്ടത്. പറഞ്ഞു, എനിക്ക് പിടിച്ച മാറി ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവർ ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്ത് പറയായിരുന്നു. ഹീറോയി അതാത് വന്ന് നോക്കുമ്പോൾ ഹീറോയി വന്ന് ക്യാൻറ്റീനിക്ക് വന്നായിരുന്നു. ഹീറോയി ക്യാൻറ്റീനിൽ വന്ന് അങ്ങനെയായിട്ട് അവിടെ ടേബിളിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് ഇരുന്ന് അവർ ടിഫിൻ വാങ്ങിച്ചത്. നല്ല സ്മെല്ലായിരുന്നു. ജിമ്മിനിക്ക് എന്താ ഇത് സ്മെല്ല് എന്ന് ജിമ്മിന് നോക്കുമ്പോൾ ഹീറോയുണ്ട്. ടിഫിനിലെ സ്മെല്ല് ഹീറോയ്ക്ക് ജിമ്മിനിക്ക് വരാറിരിക്കുക. ജിമ്മിന് പറയായിരുന്നു നല്ല സ്മെല്ലാ എന്ന് ജിമ്മിന് പറയായിരുന്നു. ജങ്ങൊക്കെ എനിക്കും വരുന്ന സ്മെല്ല്. മണ്ടയ്ക്ക് 2 പേരെ അടി കൊടുത്ത് മറിയാതെ ഫുഡ് കഴിക്കുന്നതാ. നിങ്ങൾ മണ്ടാതിരുന്നേ ഉണ്ട് അങ്ങോട്ട് നോക്കുക എന്നെ പറയായിരുന്നു. അങ്ങനെ ജിമ്മിനും സുഖ ജിമ്മിന് നോക്കുന്നുണ്ട്. മണ്ടൊക്കെ തിരിച്ചു തെങ്ങൾ നോക്കും. സുഖ നോക്കിയായിരുന്നു. ആരാ ഗേള് ക്യൂട്ടായിട്ടുണ്ടല്ലോ സുഖ പറഞ്ഞു. അങ്ങനെ അവർ കഴിച്ചിട്ട് അവിടുന്ന് പോയി. അപ്പോൾ ഷൂട്ടിങ് ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ട് ഡാൻസ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഡാൻസ് പാട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രിൻസിപ്പൽ കോൾ ചെയ്ത് ഇന്ന് കുക്ക് ചെയ്യുന്ന ആൾ വരുന്നില്ല, ഇപ്പം എന്താ ചെയ്യാന്ന് പ്രിൻസിപ്പൾക്ക് കൈ വെക്കായിരുന്നു. ഇപ്പം എന്താ ചെയ്യുക, ഹീറോയി എന്ത് പറ്റിയേ സാർ എന്ന് കേൾക്കായിരുന്നു. പ്രിൻസിപ്പൾക്ക് ഹീറോയി കുക്കിങ്ങിൽ മത്സരത്തില്ല. ഫസ്റ്റ് ഹീറോയി കുക്കിംഗ് എന്നായിട്ട് അറിയും. ഹീറോയിനെ വിളിച്ചായിരുന്നു. അതെ, ഹീറോയിൻ്റെ കോളേജ് ഫ്രണ്ട് ഒന്നുണ്ടായിരുന്നു. പറയുന്നത് പൂജയുടെ ഡാഡിയാണ് പ്രിൻസിപ്പൽ. പൂജയുടെ ഡാഡി പറയായിരുന്നു എന്താ ചെയ്യുക. പൂജ പറഞ്ഞു എനിക്കൊരു അറിയുന്ന ആളുണ്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കുക്ക് ചെയ്യാൻ തുടങ്ങി. ഹീറോയുടെ ഫ്രണ്ട്സ് കൂടെ ഗേൾസ് ബോയ്സ് എല്ലാം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫുഡ് റെഡി ആയിരുന്നു. അങ്ങനെ വീട്ടസം അവർക്ക്. അപ്പോൾ ജിമ്മിന് പറഞ്ഞു അതേ സ്മെല്ല്, ചങ്ങക്കൊരു അതേ സ്മെല്ല്, അത് ടേസ്റ്റ് ചെയ്ത് വാവ് ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. നമുക്ക് 2 പേർക്ക് എന്ത് പറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഫുഡ് തിന്ന് പറയും കൊറക്കറ ഇല്ല എനിക്ക് വേണോ എന്ന് കഴിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിന്നു തുടങ്ങിയായിരുന്നു. അങ്ങനെ തിന്നിട്ടുണ്ട്. മാനേജർക്ക് കൺഫ്യൂസായി ഇവർക്ക് എന്ത് പറ്റി. ശരി എനിക്കും വയ്ക്കുന്നു എൻ്റെ മാനേജർ വായിലേറ്റായിരുന്നു. മാനേജർക്ക് കണ്ണു മിന്നാൻ തുടങ്ങി. ആഹാ ടേസ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ മാനേജർ കഴിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം മാനേജർ അങ്ങനെയായിട്ട് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹീറോയി എങ്ങനെ ഉണ്ടാവും ഫുഡ് ഒന്നും അറിയില്ല എന്ന് പറയുന്നത്. റോസി വന്ന് നോക്കും. റോസിക്ക് ഷാക്ക്. എന്താ ഫുഡ് നന്നായിട്ട് കഴിക്കട്ടു. അങ്ങനെ ജങ്കൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ഓഹോ കൂടെ പൂജ പറഞ്ഞു എടി ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലോ അടി. ചെഫുക്ക് കൺഗ്രാസ് എന്ന് പറയുമായിരുന്നു. തോന്നുന്നു എന്താ ചെഫുക്ക എന്ന് പറഞ്ഞ് ഹീറോ ഓർക്കരുത്. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അത് ബോയ്സ് വന്നായിരുന്നു. ആരാ കുക്ക് ചെയ്തതെന്ന് പറയുന്നത് ജങ്കൊക്കെ മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒന്ന് കുക്ക് ചെയ്ത് ജങ്കൊക്കെ പറയാൻ തുടങ്ങി. ജിമ്മിനും പറയാൻ തുടങ്ങി. അങ്ങനെ ആയിട്ട് ഹീറോയുടെ അടുത്ത് വന്ന് കൺഗ്രസ് നന്നായിട്ടുണ്ട് ടേസ്റ്റ് സൂപ്പർ എന്ന് പറയാൻ. ആറോക്ക് എന്താ ഇവിടെ നിന്ന് കുക്ക് ചെയ്ത്. ഹീറോയ്ക്ക് കൺഫ്യൂസ്. ഞാൻ കുക്ക് ചെയ്തത് ഇവർക്ക് എങ്ങനെ മനസ്സിലായി. അതേ സ്മെല്ല് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഹീറോയിനോട് പറയുന്ന ഫ്രണ്ടൊക്കെ ഷാക്ക്. എങ്ങനെ കണ്ടുപിടിച്ചത് അറിയില്ലല്ലോ എന്ന് പറയായിരുന്നു. അതിൻ്റെ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോ ഇങ്ങനെ ഇടയ്ക്ക് പോകാമായിരുന്നു. അപ്പം ഹീറോയുടെ മമ്മി പേരൊക്കെ വന്നായിരുന്നു. മമ്മി അത് വന്ന് ഇങ്ങനെയായിട്ട് നടന്നു പോയായിരുന്നു. ഇങ്ങനെ അതായിട്ട് വന്നായിരുന്നു. ജങ്കുക്കിൻ്റെ വീട്ടിൽ വന്നായിരുന്നു. ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ ജങ്കുക്കിൻ്റെ വീട്ടിൽ. ജങ്കുക്കോടെ ഓഹോ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ എൻ്റെ വീട്ടിലകത്തിൽ വന്ന് നോക്കുമ്പോൾ അവർ ഓരോന്ന് കാര്യം പറയായിരുന്നു. ഇവിടെ അല്ലേ എനിക്ക് സ്മെല്ല് വന്ന എന്ന് പറഞ്ഞു. അവിടേക്ക് വന്ന് നോക്കുമ്പോൾ എന്താ ഇവർ ഫുഡ് ജങ്കുക്ക് ടേസ്റ്റ് സ്മെല്ല് വരുന്നതുമല്ല. അങ്ങനെ ഹീറോയുടെ വീട്ടിലൊക്കെ വന്നായിരുന്നു. അങ്ങനെ 7 പേര് ഹീറോ അക്ചത് അതേ സ്മെല്ല്.
ഹീറോയിൻ മമ്മിയൊക്കെ പറയുമ്പോൾ എന്താ സ്മെല്ല്, ഇത് ഉടനെ സ്മെല്ല് എന്ന് പറഞ്ഞു. ആരാ ഇത് കണ്ടുപിടിക്കണമെന്ന് വന്നതായിരുന്നു. ഇപ്പോൾ ഈ ബോയ്സിനെ നമുക്കിത് ആഹാ സൂപ്പറായിട്ടുണ്ടല്ലോ പറഞ്ഞ് അങ്ങനെ 7 പേര് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവരിൽ ഒരു ഒരു മിന്നന്മാരായിരുന്നു. ഇത് കണ്ട് അവർക്ക് ഷാക്കായിരുന്നു. അയ്യയ്യോ ആപത്ത് ആപത്ത് എന്ന് അവർ ആപത്തല്ലോ ഇവിടെ വിട്ടാൽ ശരിയാവില്ലല്ലോ പറഞ്ഞ് അങ്ങനെയായിട്ട് അവർ ഒറ്റ ഓട്ടം അവിടുന്ന് മറിഞ്ഞു പോയായിരുന്നു. അങ്ങനെ അവരുള്ള പ്ലേസ് പോയായിരുന്നു. അവർ ഹസ്ബൻഡോട് പോയിട്ട് നടന്ന കാര്യം ഒറ്റ പറയായിരുന്നു. എന്താ ആപത്താ, അതെ അതെ ആപത്ത് ആപത്ത് എന്ന് പറയുന്നത്. നീ എന്നിടയ്ക്കുന്ന ആപത്ത് ആപത്ത് പറയാമായിരുന്നു. ഇല്ല പ്രശ്നം വരാവോ എന്ന് പറയുന്നു. അതെ ഇപ്പം എന്ത് ചെയ്യാതെ ഓർക്കായിരുന്നു. ഹീറോ മമ്മി ഡാഡിയോട് പറയായിരുന്നു. എന്താ നിങ്ങൾ പറയുന്നത്, വേറെ വഴിയില്ല പറഞ്ഞു കേട്ട് അതെങ്ങനെ ശരിയാവും. ആ മമ്മി ഓർക്കായിരുന്നു ഇപ്പം എന്ത് ചെയ്യുക. മമ്മി വില്ലത്താണ് പ്ലാൻ ചെയ്ത മോൻ്റെ ഫോണിലൊക്കെ അറിയാൻ പറഞ്ഞു. ശരി മമ്മി എന്ന് പറയുന്നത്. 7 പേര് വരുമ്പോൾ ഹീറോ അതെ 7 പേർക്ക് ഹീറോയിന്മേൽ എവിടെ പോയി അവർക്ക് കണ്ണ് കാണുന്നത്. അങ്ങനെയായിട്ട് അവർക്ക് ഹീറോയിന്മേൽ ലവ് വന്ന് അങ്ങനെ അവർ ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്ത് ഹീറോയെ ഓർത്തിട്ട് പറയാതെ പുടുകൂടെ ഓടിപ്പോയിരുന്നു. അങ്ങനെ മമ്മിയോട് പറഞ്ഞു. മമ്മി ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് അവർ കൂടെ ആയി. അങ്ങനെ മമ്മി പറഞ്ഞു ഒരു ഐലാൻഡിലേക്ക് വന്നായിരുന്നു. ഐലാൻഡിൽ വന്നായിരുന്നു. അങ്ങനെ ഐലാൻഡിൽ അവർക്ക് മാരേജ് ആയ ഐലാൻഡിൽ അവർ സെറ്റിലായിരുന്നു. അപ്പം മമ്മി അത് പറയണത് 7 പേർക്കും ഒന്നും മനസ്സിലായത് ഹ്യൂമനാണ് കണ്ടിട്ട് ചങ്കൊക്കെ ആറമ്മക്ക് ഷാക്ക് 7 പേർക്ക് ഷാക്കായിരുന്നു. നോക്കായിരുന്നു ആറം പറയുന്നത്. അപ്പം ഞാൻ വായിച്ചതല്ല നിറിയളാ എന്ന് ആറമ്മ ഷാക്കിൽ കേൾക്കായിരുന്നു. ജിമ്മിന് പറയുന്നത് ഒന്ന് പേടിച്ചിട്ടേ അവനൊന്നും പേടിക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ മാരേജ് കഴിച്ചു അത് മാത്രമല്ല നിങ്ങൾക്ക് പവറുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഫീൽ ചെയ്ത് എന്നെ അമ്മ പറയായിരുന്നു. അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് 8 ബേബീസ് ഒരു ഗേൾ ബേബി 7 ബോയ്സ് ബേബി. അങ്ങനെയായിട്ട് അവർക്കൊരു പവർ അവർക്ക് വന്നായിരുന്നു. അത് മാത്രമല്ല അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ഹ്യൂമൻ അങ്ങനെയായിട്ട് ഒരു മാജിക് യൂസ് ചെയ്ത് അതെ നിറയെ മാജിക് അവർ യൂസ് ചെയ്ത് അങ്ങനെ എല്ലാ ആനിമൽസ്ക്ക് അവർക്ക് കൊടുത്തത്. അതെ അവർ ഫുള്ള് ഹ്യൂമനുമായിട്ട് മമ്മി ഫുള്ള് ഹ്യൂമനായിട്ട് പറയും. ശരി ഐലാൻഡിൽ നിങ്ങൾക്ക് ഇതായിട്ട് എല്ലാ ഒരു തൈ മാജിക്കായ ഒരു വിത്ത് ആ തൈ കൊടുത്താൽ അവർക്ക് ആനിമൽസ്ക്ക് ഹ്യൂമനാകാൻ പറ്റും. അങ്ങനെയായിട്ട് ഹ്യൂമനായിട്ട് എല്ലാവരും സന്തോഷമായി ജീവിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ വീഡിയോസ് മെമ്പർക്കും പവർ അത് നല്ല കാര്യത്തിൽ മാത്രം യൂസ് ചെയ്യായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ബേബീസ് മമ്മി എന്താ ഇവിടെ പറയായിരുന്നു. അർജുൻ പറയുന്നു ഞാൻ ഹ്യൂമൻ ആവണോ. അർജുൻ ഇത് ആറ് നടന്നു പറഞ്ഞ ഒരു ഗേൾ വന്ന് പ്രപ്പോസ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഹാപ്പി എൻഡിങ് സ്റ്റോറി.